നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സത്യം പറയാമല്ലോ, ഇപ്പോഴാണ് നമുക്ക് നല്ല ഒന്നാന്തരം ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിയെ കിട്ടുന്നത്. ഇത്ര കൃത്യമായി വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കാൻ കഴിവുള്ള ഏറ്റവും മികച്ചത് എന്ന് പറയാൻ കഴിയുന്ന ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിയെ നമുക്ക് ഇപ്പോഴാണ് ഈ മന്ത്രിസഭ നമ്മുടെ വി ഡി സതീശന്റെ മന്ത്രിസഭ അധികാരത്തിൽ കയറിയപ്പോഴാണ് നമുക്ക് ലഭിക്കുന്നത്. സംശയമൊന്നുമില്ല. എന്തുകൊണ്ടാണെന്നല്ലേ, നമ്മുടെ കേരളത്തിൽ എത്ര പകർച്ചവ്യാധികൾ വരുന്നു. ഇപ്പോൾ വയനാടും കോഴിക്കോടും ഷിഗല്ല എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ കയറി മെനയുകയാണ് നമ്മുടെ നാട്ടുകാർക്ക് ഒരു വിശ്വാസമുണ്ട്. അതായത് എവിടെയാണ് ആ വിശ്വാസം? നമ്മുടെ ആരോഗ്യ വകുപ്പിന്മേൽ നമ്മുടെ ജനങ്ങൾക്ക് ഒരു വിശ്വാസമുണ്ട്. എന്ത് വിശ്വാസമാണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഏത് പകർച്ചപ്പനി വന്നോട്ടെ, ഏത് തരം രോഗവും നമ്മളുടെ ഇടയിലേക്ക് വന്നോട്ടെ, അതിൽ നിന്നെല്ലാം അകറ്റി നിർത്തി ഞങ്ങളെ സംരക്ഷിച്ചു പിടിക്കാൻ തൻ്റെ ഇടമുള്ള നട്ടലുള്ള ഒരു മന്ത്രിയും ഒരു സർക്കാരും ഒരു മുഖ്യമന്ത്രിയും ഞങ്ങൾക്കുണ്ട് എന്നൊരു വിശ്വാസം നമ്മുടെ കേരളക്കാർക്കുണ്ട്. ആ ഒരു വിശ്വാസമാണ് കോവിഡിനെയും എല്ലാം പ്രതിരോധിക്കുവാനും, കോവിഡ് വന്നപ്പോഴും നിപ്പ വന്നപ്പോഴും, ഇനി അതല്ല ചിക്കൻ ഗുനിയ വന്നപ്പോഴും ഡെങ്കി ഫീവർ വന്നപ്പോഴും ഏതൊക്കെ അസുഖങ്ങൾ വന്നുപോയിട്ടും നമ്മളെല്ലാവരും ശക്തമായി വിശ്വസിച്ചിരുന്നതും അതുതന്നെയാണ്. നമുക്ക് നല്ല മുന്നിൽ നിന്ന് നയിക്കാൻ നല്ലൊരു നേതാവുണ്ട് എന്നും നമുക്ക് ആരോഗ്യ വകുപ്പിന് മേൽ നമുക്ക് വിശ്വാസം അർപ്പിക്കാൻ കഴിയുമെന്ന് പറയുന്നൊരു തോന്നൽ. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട മന്ത്രി ഇന്ന് ജനങ്ങൾക്ക് ആ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയായ കെ മുരളീധരൻ എന്ന് പറയുന്ന വ്യക്തി ആ വിശ്വാസം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുന്നതാണ് ശരി. 30 ഡിഗ്രി ചൂടുണ്ടെന്നുണ്ടെങ്കിൽ കൊറോണ വൈറസ് വ്യാപിക്കില്ല എന്നും കോവിഡിന്റെ കീടാണുക്കൾ മരിച്ചു പോകുമെന്നും പറഞ്ഞ ഒരു വലിയ സയന്റിഫിക് നിരീക്ഷണം നടത്തിയ ഒരു വ്യക്തിയല്ലേ കെ മുരളീധരൻ എന്ന് പറയുന്ന വ്യക്തി. അതായത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അന്നൊരു മുതലെടുപ്പായിരുന്നു. എന്ത് മുതലെടുപ്പാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്താൻ പോയപ്പോൾ ഹൈന്ദവരെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ആ 30 ഡിഗ്രിയും കോവിഡ് പകരില്ല, അല്ലെങ്കിൽ 30 ഡിഗ്രി ആകുമ്പോൾ കോവിഡ് ചത്തുപോകും എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ഒരു നിരീക്ഷണം നടത്തിയത്. അശാസ്ത്രീയമായ നിരീക്ഷണം അല്ലെ? അങ്ങനെ നിരീക്ഷണം നടത്തിയ ഒരാളെ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയായി കിട്ടുമ്പോൾ നമ്മൾ ആർപ്പ് വിളിക്കണ്ടേ, കൈയടിക്കണ്ടേ അല്ലെ? അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ നോക്കിക്കോളൂ. എന്നിട്ട് അന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ PPE കിറ്റ് അശാസ്ത്രീയമാണ്. PPE കിറ്റ് കാരണം ഇവിടെ ജനങ്ങൾക്ക് ശ്വാസം മുട്ടുന്നു, ആഹാരം കഴിക്കാൻ കഴിയുന്നില്ല, ടോയ്ലറ്റിൽ പോകാൻ കഴിയുന്നില്ല, യാതൊരു പ്രാഥമിക കർമ്മങ്ങളും നിർവഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ഒരു മഠയത്തരം പറഞ്ഞ് ഇവിടെ ജനങ്ങളെ പറ്റിച്ചു. ആ ആളിനെ തന്നെ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയായി കിട്ടിയതിൽ കൈയടിക്കണം. ഇപ്പോൾ പറയുന്നു, ഇവിടെ നമുക്ക് സാമ്പത്തിക പരാധീനത ഉണ്ട് നമ്മുടെ സർക്കാരിന്. ആ സാമ്പത്തിക പരാധീനത ഉള്ളത് കാരണം നമുക്ക് മരുന്നുകൾ കൃത്യമായി വാങ്ങിക്കാൻ കഴിയുന്നില്ല. സർജിക്കൽ ഉപകരണങ്ങൾ പോലെയുള്ള എക്യുപ്മെന്റുകൾ നമ്മുടെ സർക്കാർ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല. വല്ല ദാരുണമായ അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ആശുപത്രികളിൽ നടക്കുന്ന സർജറികൾ പോലും വൈകിപ്പിക്കേണ്ടി വരുന്ന ഗുരുതരമായ അവസ്ഥയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. പറയുന്നത് ആരാണെന്ന് ഓർത്തോണം, നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് പറയുന്നത്, മറ്റാരുമല്ല. പ്രതിപക്ഷ നേതാക്കന്മാരല്ല, അല്ലെങ്കിൽ പിണറായി വിജയനല്ല, പിന്നെ നമ്മുടെ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു നേതാക്കന്മാരും അല്ല പറയുന്നത്. പകരം ആ വകുപ്പ് ഭരിക്കുന്ന മന്ത്രിയാണ് പറയുന്നത്. എങ്ങനെ പറയാൻ കഴിയുന്നു? നമുക്കറിയാം, 2 മന്ത്രിമാർ കഴിഞ്ഞ 10 വർഷക്കാലത്തിനകത്ത്, ഷൈല ടീച്ചറും അതോടൊപ്പം തന്നെ വീണ ജോർജും, അങ്ങനെ 2 ആരോഗ്യവകുപ്പ് മന്ത്രിമാർ നമ്മുടെ കേരളത്തിനുണ്ടായിരുന്നു. ആ സമയത്തും ഈ പറയുന്ന പോലെ പകർച്ചപ്പനി അടക്കമുള്ള നിപ പോലെയുള്ള കോവിഡ് പോലെയുള്ള മാരകമായ രോഗങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നോന്നേ. അന്ന് എപ്പോഴെങ്കിലും നമ്മുടെ ഈ 2 ആരോഗ്യമന്ത്രിമാരിൽ ആരെങ്കിലും ഒരാൾ എഴുന്നേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടോ, ഞങ്ങൾക്ക് ഇതിനെ പ്രതിരോധിക്കാനുള്ള സൗകര്യമില്ല, ഞങ്ങൾക്ക് മരുന്ന് കിട്ടുന്നില്ല, ഞങ്ങൾക്ക് എക്യുപ്മെന്റ്സ് കിട്ടുന്നില്ല, ഞങ്ങൾ സാമ്പത്തിക പരാധീനത കാരണം ഞങ്ങൾക്ക് ഇവിടെ സർജറികൾ പോലും ഞങ്ങൾക്ക് പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വരുന്നു എന്ന് എപ്പോഴെങ്കിലും വീണ ജോർജിന്റെ വായിൽ നിന്നോ ഷൈല ടീച്ചറുടെ വായിൽ നിന്നോ വീണ് നമ്മൾ കേട്ടിട്ടുണ്ടോ? കാരണം എന്താ, അവരേറ്റെടുത്തിരിക്കുന്ന വകുപ്പിനെ കുറിച്ചും ആ വകുപ്പിൽ തന്നെ അല്ലെങ്കിൽ തങ്ങൾക്കുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ചും വളരെ വ്യക്തമായി അറിയാവുന്ന 2 പേരായിരുന്നേ ആ വകുപ്പ് അല്ലെങ്കിൽ ഒരു പതിറ്റാണ്ട് ഭരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അവർ പറയില്ല. ഇവിടെ കേരളത്തിൽ, രാജ്യത്ത് മുഴുവനായി ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതെ വരുന്ന ഒരു സമയമുണ്ടായിരുന്നു കോവിഡ് ബാധിച്ച സമയത്ത്, ഓക്സിജൻ ക്ഷാമം. എന്നിട്ട് പോലും നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ ഓക്സിജൻ ലഭിക്കാത്തതിൻ്റെ പേരിൽ ഒരാൾ പോലും മരിച്ചു വീണില്ല എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം. അതേസമയം ഈ മന്ത്രിയായിരുന്നെങ്കിൽ എന്ത് പറഞ്ഞേനെ? അന്നത്തെ കാലത്ത് ഈ പറയുന്ന കെ മുരളീധരൻ എന്ന് പറയുന്ന ആളായിരുന്നു നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയെങ്കിൽ, ഓക്സിജൻ ഇല്ലാത്തതുകൊണ്ട് ആണ് നമ്മുടെ നാട്ടിൽ രോഗികൾ മരണപ്പെട്ടു പോകുന്നത് എന്ന് പറഞ്ഞേനെ. എന്നെ കൊണ്ട് തൽക്കാലം ഓക്സിജൻ എത്തിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞേനെ. എൻ്റെ വീട്ടിൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞേനെ.
പക്ഷേ അന്ന് ശൈലജ ടീച്ചർ അങ്ങനൊന്നും പറഞ്ഞില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഓക്സിജൻ ക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിലും നമ്മുടെ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ഒരാൾ പോലും ഓക്സിജൻ കിട്ടാത്തതിൻ്റെ പേരിൽ മരണപ്പെട്ടിട്ടില്ല. അതിന്മേലുള്ള ഒരു പരാതിയും നമ്മുടെ മന്ത്രിമാരും ആരോടും പറഞ്ഞിട്ടില്ല. ഇവിടെ PPE കിറ്റ് വളരെ കൃത്യമായ സമയത്ത് PPE കിറ്റ് ഉണ്ടായിരുന്നു. നമുക്ക് വേണ്ട എല്ലാ മെഷേഴ്സും ഒരുക്കി നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മളെ പിന്തുണച്ചുകൊണ്ട് നിന്ന സർക്കാരുകൾ തന്നെയായിരുന്നു കഴിഞ്ഞു പോയ 2 സർക്കാരുകൾ. എന്നാൽ ഇന്നോ ഷിഗല്ല പടർന്നു പിടിക്കുന്നു. എന്താണ് ഇവിടെ പ്രതിരോധ മാർഗം? ഇപ്പോൾ പകർച്ചപ്പനി വ്യാപകമായി കൊണ്ടിരിക്കുന്നു. വൈറൽ ഫീവർ വന്നു, ഇൻഫ്ലുവൻസ വരുന്നുണ്ട്. അങ്ങനെ നിരവധിയായ രോഗങ്ങൾ നമ്മുടെ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് ഇപ്പോൾ എടുക്കേണ്ട നിലപാട്? എന്നിട്ട് പറയുകയാണ് നമ്മുടെ ഈ ഒരു ദുരവസ്ഥയിൽ നമ്മുടെ സർക്കാർ ആശുപത്രികളിലേക്ക് സ്വകാര്യ നിക്ഷേപം വരേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. എന്താ അതിൻ്റെ അർത്ഥം? നമ്മുടെ സർക്കാർ ആശുപത്രികളെ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് കേരളത്തിലെ രണ്ട് മന്ത്രിമാർ വികസനത്തിന്റെ പാതയിലേക്ക് എത്തിച്ച ഈ നമ്മുടെ സർക്കാർ ആശുപത്രികളെ ഇനി സ്വകാര്യ വ്യക്തികൾക്ക് കയറി ഇറങ്ങാൻ വേണ്ടി അവന്മാർക്ക് തോന്നുംപടി പണം പിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മേഖലയാക്കി മാറ്റാൻ വേണ്ടിയിട്ടല്ല ഈ മന്ത്രി പരിശ്രമിക്കുന്നത്. ഒന്നാമതേതായി ഇവിടെ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് 90 ലക്ഷം കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ 25 ലക്ഷം രൂപയുടെ ഈ ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമ്പോഴേ നമ്മൾ ഓർത്തോളുക, നമ്മുടെ സർക്കാർ ആശുപത്രികളുടെ ചരമഗീതം എഴുതി തുടങ്ങി എന്ന് ചിന്തിച്ചുകൊള്ളുക. കാരണം പണമെല്ലാം പോകുന്നത് അവരുടെ പക്കലേക്കായിരിക്കും, നമ്മുടെ സ്വകാര്യ മേഖലയിലെ ആശുപത്രിയിലേക്കായിരിക്കും. സ്വകാര്യ മേഖലയിലുള്ള വമ്പന്മാർ നമ്മുടെ സ്വകാര്യ ആശുപത്രികളിൽ കോടിക്കണക്കിന് ശതകോടിക്കണക്കിന് രൂപയാണ് മുടക്കിയിട്ടിരിക്കുന്നത്. അവർക്ക് അത് തിരിച്ചു പിടിക്കാനുള്ള വഴി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണോ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്ദേശം? അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രിയെ നമ്മൾ നിയമിച്ചിരിക്കുന്ന അതിനു വേണ്ടിയിട്ടാണോ എന്ന് നമ്മൾ 1 അല്ല 10 തവണ ചിന്തിക്കേണ്ടി വരുമെന്നേ. ആ നിലയ്ക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന പോലെ രോഗി കട്ടിലിൽ നിന്ന് വീണ് മരിക്കുന്നതും സർജറി കഴിഞ്ഞ് ഒരാളുടെ കാലിൽ പുഴുവരിക്കുന്നതും അതോടൊപ്പം തന്നെ ഈ ജനിച്ചു വീഴുന്ന നവജാത ശിശുവിൻ്റെ കൈ ഒടിയുന്നതും ഒക്കെ ഇന്ന് പതിവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. വീണ ജോർജിനെ ഏറ്റവും കൂടുതൽ ഇവിടെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട പാകപ്പിഴയ്ക്ക് ഏറ്റവും അധികം പഴി കേട്ടിട്ടുള്ള ഒരു മന്ത്രി വീണ ജോർജ് ആയിരുന്നു. ആ വീണ ജോർജിന് പക്ഷേ ഭരിക്കുന്ന കാലഘട്ടത്തിൽ മാസത്തിൽ 1 or 2 അതല്ലെങ്കിൽ പിന്നെ പല 6 മാസത്തിനിടയ്ക്ക് 1 or 2 ഒക്കെ ആയിരുന്നു നമ്മുടെ ചികിത്സാ പിഴവുകൾ നമ്മുടെ ആശുപത്രിയിൽ സംഭവിച്ചത്. എന്നാൽ ഇന്ന് അങ്ങനെയാണോ? ഈ അധികാരത്തിലേറി 21 ദിവസമായപ്പോൾ എത്ര കേസുകളാണ് ഇവിടേക്ക് വന്ന് നിറഞ്ഞു നിന്നത്? എത്ര ചികിത്സാ പിഴവിൻ്റെ എത്ര കേസുകളാണ്? എത്ര മരണങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു? കാലിലെ ഞരമ്പ് മുറിച്ചു കളയുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായില്ലേ? ഇതൊക്കെ നടന്നത് നമ്മുടെ നാട്ടിലാണ്. ഈ UDF എല്ലാ വ്യവസ്ഥകളെയും കുറിച്ച് ചീത്ത വിളിച്ചുകൊണ്ടും പരിതപിച്ചുകൊണ്ടും എല്ലാ മന്ത്രിമാരെയും കുറ്റം പറഞ്ഞുകൊണ്ട് നടന്ന UDF ഭരിക്കുന്ന കാലത്തല്ലേ ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറയുന്ന പദ്ധതി ഇവിടെ പ്രഖ്യാപിക്കുന്നു. നമ്മുടെ കേരളത്തിൻ്റെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയകളായ അമേരിക്കൻ കമ്പനികൾ പോലും കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു. കോൺഗ്രസിലേക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി ശതകോടികൾ ഈ പറയുന്ന കോൺഗ്രസിൻ്റെ ഇലക്ഷൻ ഫണ്ടിലേക്ക് ഇവിടെ സംഭാവന ചെയ്യുന്നു. ഇങ്ങനെ ആരോഗ്യവകുപ്പ് മന്ത്രി ആയിരിക്കുന്ന ഒരാൾ ഇവിടെ നിന്നുകൊണ്ട് പറയുന്നു നമ്മുടെ സർക്കാർ ആശുപത്രിയിലേക്ക് സ്വകാര്യ നിക്ഷേപം ആവശ്യമായി വരുന്നുണ്ട് എന്ന് പറയുന്നു. നമുക്ക് ആരോഗ്യ മേഖലയിൽ അല്ലെങ്കിൽ നമ്മുടെ ആശുപത്രികളിൽ ആവശ്യത്തിന് സാധനങ്ങൾ കിട്ടാനില്ല എന്ന് പറയുന്നു. അതായത് മരുന്നില്ല, എക്യുപ്മെന്റ്സ് ഇല്ല, ഇതൊന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ സർക്കാർ ആശുപത്രികൾ പോകുന്നുവെന്ന് പരക്കെ പ്രചരണം നടത്തുന്നു. നമ്മൾ സാമ്പത്തിക ബാധ്യതയിലാണെന്ന് പറയുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടി നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ മന്ത്രിസഭ കയറിയിരിക്കുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന K. മുരളീധരൻ എന്ന് പറയുന്ന നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി നമ്മുടെ ആരോഗ്യ മേഖലയെ വളർത്താനാണോ അതോ ഈ പറയുന്ന സ്വകാര്യ വ്യക്തികൾക്ക് തീരെഴുതി കൊടുക്കാനാണോ ശ്രമിക്കുന്നത് എന്ന് കൂടി വ്യക്തമാകേണ്ടതുണ്ട്. നമുക്കത് മനസ്സിലാകേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെയാണോ നമ്മുടെ കേരളത്തിൽ സംഭവിക്കേണ്ടത്? അപ്പോൾ എന്ന് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലുള്ളവർ ഇനി ഏത് അസുഖം വന്നിരുന്നാലും ശരി, നമ്മൾ ആരും ഇനി ആ ഒരു വിശ്വാസത്തിൽ സർക്കാർ ഒപ്പമുണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി ഞങ്ങൾക്കൊപ്പമുണ്ട് എന്ന വിശ്വാസത്തിൻ്റെ പുറത്ത് ഒരു ദിവസം പോലും തള്ളി നീക്കാൻ പാടില്ല എന്നുള്ള ഒരു എന്താ പറയുക ഒരു അന്ധവിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകാൻ പാടില്ല. നിങ്ങളുടെ കൂടെ പഴയ സർക്കാരില്ല, പഴയ നേതാവില്ല, പഴയ ആരോഗ്യവകുപ്പ് മന്ത്രിമാരും നിങ്ങൾക്കൊപ്പമില്ല. അതാദ്യം കേരളക്കാർ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കരുതിക്കൂട്ടി നേരാവണ്ണമൊക്കെ ജീവിച്ച് നല്ലപോലെ തിളപ്പിച്ചാറ്റിയ വെള്ളവും കുടിച്ച് മഴയത്തും വെയിലത്തും അല്ലെങ്കിൽ മഴയത്തും ചെളിയിലും ചെളിവെള്ളത്തിലും കളിക്കാതിരുന്നാൽ നമുക്ക് കുറേ കാലം കൂടി ജീവിച്ചിരിക്കാം. കാരണം ഇപ്പോൾ ഭരിക്കുന്നത് UDF ആണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.